നോക്കുകുത്തിയായ സ്ഥാപനത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ടും ഇന്ന് 520 രൂപയാണ്. അങ്ങനെ സമസ്ത മേഖലയിലും ആളുകൾ ഈ ഗവൺമെന്റിന് കോടതികളെതിരാണ്, ഈ ഗവൺമെന്റ് പത്രമാധ്യമങ്ങളെതിരാണ്. അങ്ങനെ സമസ്ത മേഖലയിലെ പ്രതിരോധിക്കുന്ന, സമസ്ത മേഖലയും എതിർപക്ഷത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് എല്ലാം നശിപ്പിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെയൊക്കെ കുടുംബം ഉന്നതിയിലെത്തിക്കാനുള്ള തീവ്ര യജ്ഞത്തിലാണ് അവരിയ്ക്കുന്നത്. തെളിയാത്ത തെരുവ് വിളക്കുകൾ, നാട്ടുകാരെ കടിച്ചു കീറുന്ന തെരുവ് നായ്ക്കൾ, കാർഷിക വിളകൾ നശിച്ചാൽ നഷ്ടപരിഹാരം അനുവദിക്കാത്ത കൃഷി വകുപ്പ്, പിണറായി സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ മുദാക്കലിൽ കർഷക കോൺഗ്രസ് പ്രതിഷേധം ഇരമ്പി. മുദാക്കൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയ പ്രവർത്തകരും നേതാക്കളും പഞ്ചായത്ത് സെക്രട്ടറിയോട് കാര്യങ്ങൾ ധരിപ്പിച്ചു. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഉപരോധ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ആത്മഹത്യ കർഷകർ ഒരു സൈഡിൽ നമുക്ക് വലിയ രോദനമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലം മുന്നോട്ട് പോകാനാവാത്ത സ്ഥിതി. ഇന്നത്തെ വെളിച്ചെണ്ണയുടെ വില 520 രൂപയാണ് ഒരു കിലോയ്ക്ക്. ഉദ്യോഗസ്ഥന്മാർ വേണ്ട രീതിയിൽ പരിഹരിക്കാതെ പോയത് കൊണ്ടും ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ മൂലം കൊണ്ടും കേരഫെഡ് എന്ന് പറയുന്ന നോക്കുകുത്തിയായ സ്ഥാപനത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ടും ഇന്ന് 520 രൂപയാണ് ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില. ഇവിടെ കേര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു തെങ്ങ് മുറിച്ചാൽ 700 രൂപ പഞ്ചായത്ത് കൊടുക്കുകയാണ്, സർക്കാർ കൊടുക്കുകയാണ്. തെങ്ങ് മുറിക്കരുതെന്ന് പറയാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? തെങ്ങ് മുറിപ്പിക്കാതെ തെങ്ങിന് വളവിടാൻ, തെങ്ങിന് പ്രോത്സാഹിപ്പിക്കാൻ, കേര കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. ഈ അധികാരി വർഗങ്ങളുടെ കെടുകാര്യസ്ഥത തുറന്നു കാണിക്കുവാൻ, ഇവരുടെ കർഷകരോടുള്ള അവഗണന തുറന്നു കാണിക്കുവാൻ കർഷക കോൺഗ്രസ് എല്ലാ നാളും ഒപ്പമുണ്ടാവും. കർഷകർക്ക് ഞങ്ങൾ ഉറപ്പു തരുന്നു. ഏറ്റവും അടുത്ത ദിവസങ്ങൾ കേരഫെഡിന് മുന്നിൽ കർഷക കോൺഗ്രസിന്റെ സമരം വരാൻ പോവുകയാണ്. നിങ്ങളെല്ലാം ആ സമരത്തിലും നിങ്ങൾ പങ്കെടുക്കണം. കേര കൃഷിയെ പ്രോത്സാഹിപ്പിക്കാത്ത ഫെഡ് വെറും നോക്കുകുത്തിയായിട്ട് മാറിയിട്ടുള്ള കേരഫെഡിനെതിരെ നമുക്കറിയാം. നമുക്ക് വെളിച്ചെണ്ണ, ഒരു മലയാളിയെ സംബന്ധിച്ച് വെളിച്ചെണ്ണ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. പാചകം ചെയ്യുന്നതിന്, നമുക്ക് രാവിലെ കുളിക്കുന്നതിന് ഒക്കെ വെളിച്ചെണ്ണ വേണം. ഇവിടെ തമിഴ്നാട്ടിൽ നിന്നാണ് ഈ തെങ്ങ് മുറിക്കുന്ന തേങ്ങ എല്ലാം തമിഴ്നാട്ടിൽ കൊണ്ടുപോകും. അവസാനം അവിടുന്ന് തേങ്ങയും തെങ്ങും എല്ലാം ഇങ്ങോട്ട് വരികയാണ്. തേങ്ങ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. കേരളം എന്ന പേരിന്റെ അർത്ഥം എന്താണ്? കേരം തിങ്ങം നാട് കേരളം. ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി ചേർന്ന് ഇതെല്ലാം നശിപ്പിച്ചു. ഉദ്യോഗസ്ഥന്മാരെല്ലാം നശിപ്പിച്ചു. വളരെ വളരെ സങ്കടപൂർവ്വം പറയുകയാണ്, ഉദ്യോഗസ്ഥന്മാരാണ് എല്ലാം നശിപ്പിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെയൊക്കെ കുടുംബം ഉന്നതിയിലെത്തിക്കാനുള്ള തീവ്ര യജ്ഞത്തിലാണ് അവരിയ്ക്കുന്നത്. എത്ര ഉദ്യോഗസ്ഥരുണ്ട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നത്? ഈ പഞ്ചായത്തിൽ ഇപ്പൊ എത്ര ഉദ്യോഗസ്ഥരുണ്ട്? നമുക്ക് കയറി നോക്കണം. ഈ പഞ്ചായത്തിൽ എത്ര ഉദ്യോഗസ്ഥരുണ്ട്? ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന എത്ര ഉദ്യോഗസ്ഥരുണ്ട്? കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ കോരാണി അധ്യക്ഷനായിരുന്നു. പ്രതിഷേധ ധർണ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് തോംസൺ ലോറൻസ് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് കിഴുവിലം മണ്ഡലം പ്രസിഡന്റ് ഷൈജു കുറക്കട സ്വാഗതം ആശംസിച്ചു. കേരളത്തിലെ ജനത ഈ ഗവൺമെന്റിനെതിരാണ്, വിദ്യാർത്ഥികൾ ഈ ഗവൺമെന്റിനെതിരാണ്, തൊഴിലാളികൾ ഈ ഗവൺമെന്റിനെതിരാണ്, മതസംഘടനകൾ ഈ ഗവൺമെന്റിനെതിരാണ്, അഭിഭാഷകർ ഈ ഗവൺമെന്റിനെതിരാണ്, ഉദ്യോഗസ്ഥർ ഈ ഗവൺമെന്റിനെതിരാണ്. അങ്ങനെ സമസ്ത മേഖലയിലും ആളുകൾ ഈ ഗവൺമെന്റിന് കോടതികളെതിരാണ്, ഈ ഗവൺമെന്റ് പത്രമാധ്യമങ്ങളെതിരാണ്. അങ്ങനെ സമസ്ത മേഖലയിലെ പ്രതിരോധിക്കുന്ന, സമസ്ത മേഖലയും എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെന്റായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. എല്ലാ മേഖലയും കച്ചുടച്ചു. ഇനി തച്ചുടക്കാൻ ഒരു മേഖലയും ഇല്ല. KSRTCയിൽ കഥ പറഞ്ഞ എത്ര ആയിരം ആളുകളെയാണ് തിരിച്ചയച്ചത്? KSRTCയിൽ വാഹനങ്ങൾ കൃത്യസമയത്ത് ഓടുന്നില്ല. മുൻ DCC അംഗം ആറ്റിങ്ങൽ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി SK സുജി, നിയോജക മണ്ഡലം പ്രസിഡന്റ് ലാൽ കോരാണി, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രദീപ് മണി, കോൺഗ്രസ് മുദാക്കൽ മണ്ഡലം പ്രസിഡന്റ് സുജിത്, ജില്ലാ കമ്മിറ്റി അംഗം ജനകലത മുനീർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിസ്മയ ന്യൂസ്, വർക്കല.